1993 റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത 100 കൂട്ടുകാർ. ഇവർ വല്ലാതെ മാറി. എന്നാൽ ഇവരുടെ സ്നേഹത്തിന് മാറ്റമില്ല, പാട്ടിനും. NCC ക്യാമ്പ് കഴിഞ്ഞ് വിവിധ തൊഴിൽ മേഖലകളിലേക്ക് ചേക്കേറിയവരാണ് പാങ്ങോട് സൈനിക ക്യാമ്പിൽ വീണ്ടും എത്തിയത്. പല രാജ്യങ്ങളിലായി ചിതറിക്കിടന്ന കൂട്ടുകാരെയെല്ലാം സ്നേഹവലയത്തിൽ ഒന്നിപ്പിച്ചത് ലൈജു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഞങ്ങളുടെ 100 ചങ്ങാതിമാരെ, ഞങ്ങൾക്കന്ന് സ്നേഹവും താങ്ങും തണലും തന്ന ഞങ്ങളുടെ ചങ്ങാതിമാരെ കണ്ടുപിടിക്കണമെന്നുള്ള ആ ഒരു വാശി, ഞങ്ങൾ കൂടിച്ചേരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം, എല്ലാവരെയും അറിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു വാശിയുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ എഴുതിയ ഓട്ടോഗ്രാഫ് നിധി പോലെ സൂക്ഷിച്ചിരുന്നു ലൈജു. ഓട്ടോഗ്രാഫിലെ മേൽവിലാസം അന്വേഷിച്ച് ദിവസങ്ങളോളം ഓട്ടം. ആ ഓട്ടം അവസാനിച്ചത് വലിയ കൂട്ടായ്മയുടെ തുടക്കത്തിൽ. ഇടപ്പഴിഞ്ഞ് വഴി പൂജപ്പുര ജയിലിൻ്റെ ഫ്രണ്ട് വഴി പോയിട്ട് പാങ്ങോട് തിരുവല്ല വഴി തിരിച്ച് കയറുന്ന 12 കിലോമീറ്റർ. അന്നൊക്കെ എല്ലാവരും അണച്ച് അല്ലേ, വല്ലാത്തൊരു ഒരു ഫീലായിരുന്നു ആ സമയത്ത്. ഈ NCC ഞങ്ങളുടെ എല്ലാ ലൈഫിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. NCC ട്രെയിനിങ്ങിൽ ഡൽഹി പോകുമ്പോൾ അന്ന് കാലത്ത് ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ഫീൽ വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ മധുരതരമായ ഒരു അനുഭവമാണ്. അന്നത്തെ വേദനയേറെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പല അനുഭവങ്ങളും ഞങ്ങൾക്ക് അനുസ്മരിക്കുവാനും ഈ കഴിഞ്ഞ 30 വർഷക്കാലം അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയെന്ന് ഞങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇവർക്ക് പറയാനുണ്ട് 1000 കഥകൾ. ക്യാമ്പ് ജീവിതത്തിലെ താമസത്തിനിടെ കൂടെ കൂട്ടിയ ഓർമ്മകളും ഒപ്പം മറ്റു ജീവിതകഥകളും. അപ്പോൾ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏറെക്കുറെ 30 വർഷത്തിന് ശേഷം വീണ്ടും അവർ ഒത്തുകൂടുകയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ബാരക്കുകളിലായിട്ട്. ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.